എസെക്കിയേൽ അധ്യായം 43. പിന്നീട് അവൻ എന്നെ കിഴക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുവന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അതാ കിഴക്ക് നിന്ന് വരുന്നു. അവിടുത്തെ ആഗമനത്തിൻ്റെ ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയായിരുന്നു. ഭൂമി അവിടുത്തെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. നഗരം നശിപ്പിക്കാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും കേബാർ നദീതീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തേതും. ഞാൻ കമിഴ്ന്നു വീണു. കർത്താവിൻ്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ആത്മാവെന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. അതാ ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ മനുഷ്യൻ അപ്പോഴും എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ദേവാലയത്തിനകത്ത് നിന്ന് ആരോ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് ഇപ്രകാരമായിരുന്നു: മനുഷ്യപുത്ര, എൻ്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ്. ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വ്യഭിചാരം കൊണ്ടും രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ടും എൻ്റെ പരിശുദ്ധ നാമം മേലിൽ അശുദ്ധമാക്കുകയില്ല. അവർ തങ്ങളുടെ ഉമ്മറപ്പടികളും വാതിൽപ്പടികളും എൻ്റെ ഉമ്മറപ്പടികൾക്കും വാതിൽപ്പടികൾക്കും അരികിൽ സ്ഥാപിച്ചു. അവർക്കും എനിക്കുമിടയിൽ ഒരു ഭിത്തി മാത്രമേയുള്ളൂ. തങ്ങളുടെ മ്ലേച്ഛതകൾ വഴി എൻ്റെ പരിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ അവരെ എൻ്റെ കോപത്തിൽ നശിപ്പിച്ചു. അവർ തങ്ങളുടെ അവിശ്വസ്തതയും രാജാക്കന്മാരുടെ മൃതശരീരങ്ങളും എന്നിൽ നിന്നും ദൂരെ മാറ്റട്ടെ. അപ്പോൾ ഞാൻ അവരുടെ മധ്യേ എന്നെന്നും വസിക്കും. മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം തങ്ങളുടെ അകൃത്യങ്ങളെപ്പറ്റി ലജ്ജിക്കേണ്ടതിന് ദേവാലയവും അതിൻ്റെ അളവും രൂപവും നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക. തങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെപ്പറ്റിയും അവർ ലജ്ജിക്കുകയാണെങ്കിൽ ദേവാലയവും അതിൻ്റെ സംവിധാനവും പുറത്തേക്കും അകത്തേക്കുമുള്ള മാർഗങ്ങളും അതിൻ്റെ പൂർണ്ണരൂപവും കാണിച്ചു കൊടുക്കുക. അതിൻ്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അവരെ അറിയിക്കുക. ഈ നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കേണ്ടതിന് അവർ കാണുക അവ എഴുതി വയ്ക്കുക. ദേവാലയത്തിൻ്റെ നിയമം ഇതാണ്: മലമുകളിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും. ഇതാണ് ദേവാലയത്തിൻ്റെ നിയമം. ബലിപീഠത്തിൻ്റെ അളവുകൾ മുഴം കണക്കിന്, ഒരു സാധാരണ മുഴവും കൈപ്പത്തിയും ചേർന്നത് ഇവയാണ്: അതിൻ്റെ അടിത്തറയ്ക്ക് 1 മുഴം കനവും 1 മുഴം വീതിയും. അതിൻ്റെ വക്ക് 1 ചാൺ തള്ളി നിൽക്കണം. ബലിപീഠത്തിൻ്റെ ഉയരം ഇതാണ്: അടിത്തറ മുതൽ അടിത്തട്ട് വരെ 2 മുഴം ഉയരവും 1 മുഴം വീതിയും. അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ 4 മുഴം വീതിയും ബലിപീഠത്തിൻ്റെ അടുപ്പിന് 4 മുഴം ഉയരവും. അതിന്മേൽ ഓരോ മുഴം ഉയരത്തിൽ തള്ളി നിൽക്കുന്ന 4 കൊമ്പുകൾ. 12 മുഴം നീളവും 12 മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം അടുപ്പ്. 14 മുഴം നീളവും 14 മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം ബലിപീഠത്തിൻ്റെ തട്ട്. ചുറ്റുമുള്ളവയ്ക്ക് 1/2 മുഴവും ചുവട് ചുറ്റും 1 മുഴവും വീതിയിലായിരിക്കണം. ബലിപീഠത്തിൻ്റെ പടികൾ കിഴക്കോട്ട് ദർശനമായിരിക്കണം. അവൻ എന്നോട് പറഞ്ഞു: മനുഷ്യപുത്ര, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ബലിപീഠത്തെ സംബന്ധിച്ച നിയമങ്ങൾ ഇവയാണ്. ദഹനബലിക്കും രക്തം തളിക്കലിനും വേണ്ടി ഇത് സ്ഥാപിക്കപ്പെടുന്ന ദിവസം എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ സമീപിക്കുന്ന സാദോക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ലേവ്യ പുരോഹിതർക്ക് പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അതിൽ നിന്ന് കുറേ രക്തമെടുത്ത് ബലിപീഠത്തിൻ്റെ 4 കൊമ്പുകളിലും തട്ടിൻ്റെ 4 കോണുകളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടുക. അങ്ങനെ അതിനെ പാപത്തിൽ നിന്ന് പൗത്രീകരിക്കുകയും അതിനുവേണ്ടി പരിഹാരം ചെയ്യുകയും വേണം. നീ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ
വിശുദ്ധ സ്ഥലത്തിന് പുറത്ത് ദേവാലയത്തിൻ്റെ വകയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ദഹിപ്പിക്കണം. 2-ാം ദിവസം ഊനമറ്റ ഒരു കോലാട്ടുകൊറ്റനെ പാപപരിഹാര ബലിയായി നീ അർപ്പിക്കണം. കാളക്കുട്ടിയെക്കൊണ്ട് ബലിപീഠം ശുദ്ധീകരിച്ചതുപോലെ ഇതിനെക്കൊണ്ടും ശുദ്ധീകരിക്കണം. അത് ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു മുട്ടാടിനെയും നീ ബലിയർപ്പിക്കണം. നീ അവയെ കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. പുരോഹിതന്മാർ അവയുടെ മേൽ ഉപ്പ് വിതറി അവയെ ദഹനബലിയായി കർത്താവിന് സമർപ്പിക്കും. പാപപരിഹാര ബലിക്കായി ഒരു കോലാടിനെ വീതം 7 ദിവസത്തേക്ക് നീ ബലിയർപ്പിക്കണം. ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരാട്ടിൻകൊറ്റനെയും കൂടി നീ ഇപ്രകാരം സമർപ്പിക്കണം. 7 ദിവസത്തേക്ക് അവർ ബലിപീഠത്തിന് വേണ്ടി പരിഹാരം ചെയ്യുകയും അത് ശുദ്ധീകരിക്കുകയും അങ്ങനെ അതിനെ പ്രതിഷ്ഠിക്കുകയും വേണം. 8-ാം ദിവസം മുതൽ നിങ്ങളുടെ ദഹനബലികളും സമാധാന ബലികളും പുരോഹിതന്മാർ ബലിപീഠത്തിൽ സമർപ്പിക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. Chapter 43. Then he led me to the gate which faces the east, and there I saw the glory of the God of Israel coming from the east. I heard a sound like the roaring of many waters, and the earth shone with his glory. The vision was like that which I had seen when he came to destroy the city, and like that which I had seen by the river Kibar. I fell prone as the glory of the Lord entered the temple by way of the gate which faces the east. But Spirit lifted me up and brought me to the inner court. And I saw that the temple was filled with the glory of the Lord. Then I heard someone speaking to me from the temple while the man stood beside me. The voice said to me, Son of man, this is where my throne shall be. This is where I will set the soles of my feet. Here I will dwell among the Israelites forever. Never again shall they and their kings profane my holy name with their harlotries and with the corpses of their kings, their high places. When they placed their threshold against my threshold and their doorpost next to mine, so that only a wall was between us, they profaned my holy name by their abominable deeds. Therefore I consumed them in my wrath. From now on they shall put far from me their harlotry and the corpses of their kings, and I will dwell in their midst forever. As for you, son of man, describe the temple to the house of Israel, that they may be ashamed of their sins, both its measurements and its design. And if they are ashamed of all that they have done, make known to them the form and design of the temple, its exits and entrances, all its statutes and laws. Write these down for them to see, that they may carefully observe all its laws and statutes. This is the law of the temple. Its whole surrounding area on the mountaintop shall be most sacred. These were the measurements of the altar in cubits of 1 cubit plus a handbreadth. Its base was 1 cubit high and 1 cubit deep, with a rim around its edge of 1 span. The height of the altar itself was as follows. From its base at the bottom up to the lower edge it was 2 cubits high, and this ledge was 1 cubit deep. From the lower to the upper ledge it was 4 cubits high, and this ledge also was 1 cubit deep. The hearth of the altar was 4 cubits high, and extending from the top of the hearth were the 4 horns of the altar. The hearth was a square, 12 cubits long and 12 cubits wide. The upper ledge was also a square, 14 cubits long and 14 cubits wide. The lower ledge, likewise a square, was 16 cubits long and 16 cubits wide, with a half cubit rim surrounding it. And there was a base of 1 cubit all around. The steps of the altar face the east. Then he said to me, Son of man, thus says the Lord God, these are the statutes for the altar when it is set up for the offering of holocausts upon it and for the sprinkling of blood against it. Give a young bull as a sin offering to the priests, the Levites who are of the line of Zadok, who draw near me to minister to me, says the Lord God. Take some of its blood and put it on the 4 horns of the altar, and on the 4 corners of the ledge, and on the rim all around. Thus you shall purify it and make atonement for it.
Then take the bull of the sin offering, which is to be burnt in a designated part of the temple outside of the sanctuary. On the second day, present an unblemished he-goat as a sin offering to purify the altar, as was done with the bull. When you have finished the purification, bring an unblemished young bull and an unblemished ram from the flock, and present them before the Lord. The priest shall strew salt on them and offer them to the Lord as holocausts. Daily, for 7 days, you shall offer a he-goat as a sin offering, and a young bull and a ram from the flock, all unblemished, shall be offered for 7 days. Thus atonement shall be made for the altar, and it shall be purified and dedicated. And when these days are over, from the 8th day on, the priest shall offer your holocausts and peace offerings on the altar. Then I will accept you, says the Lord God.